അതെ കണ്ടോ, അതും മതി. സംസ്ഥാനത്ത് പകർച്ചപ്പനിയും അതുമൂലം ഉണ്ടാകുന്ന മരണങ്ങളുമൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതിനിടയിലാണ് തിരുവനന്തപുരത്തെ ഗവൺമെൻറ് ലോ കോളേജ് വനിതാ ഹോസ്റ്റലിൽ ചത്ത എലിയെ കിട്ടി എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിലാണ് ഇപ്പോൾ SFI പ്രവർത്തകരുള്ളത്. ഇന്നലെ രാത്രി മുതൽ തന്നെ അവർ ഇവിടെ വലിയ പ്രതിഷേധവുമായി കോളേജ് ഹോസ്റ്റലിന് മുന്നിൽ തന്നെയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം? എന്താ? കോളേജ് റീഓപ്പൺ ചെയ്ത് കോളേജിലേക്ക് വന്ന സമയം മുതൽ ഹോസ്റ്റൽ അന്തേവാസികളെക്കാൾ കൂടുതൽ എലികളുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് പ്ലേഗ് പിടിക്കും, എലിപ്പനി പിടിക്കും എന്നുള്ളത് നിരന്തരമായിട്ട് അധികാരികളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു ആക്ഷനും ഇതിൻ്റെ പേരിൽ എടുത്തിട്ടില്ല. ഒരുപാട് വേസ്റ്റ് അവിടെയും ഇവിടെയുമായിട്ട് കൂടിക്കിടക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഇത്രയും എലികൾ വരുന്നത്. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പരാതികൾ ഞങ്ങൾ കൊടുത്തിട്ട് പോലും അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വാർഡനോ ഇവിടെയുള്ള പ്രിൻസിപ്പളിനോ സാധിച്ചിട്ടില്ല. അതിനുശേഷം ഇന്നലെ രാത്രി ഞങ്ങൾ മെസ്സിലേക്ക് പോകുന്ന സമയത്ത് വളരെ മോശപ്പെട്ടൊരു മണം ഉണ്ടായതിൻ്റെ സമയത്തിൽ ഞങ്ങൾ പരതി നോക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ എലി ചത്ത് കിടക്കുന്ന ഒരു സാഹചര്യം കാണുന്നത്. മെസ്സിലിരിക്കുന്ന മെസ് ഹാളിലായിട്ടാണ്. കൃത്യമായിട്ട് അത് എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുന്ന സമയത്ത് മണമാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ആ മെസ്സിലിരുന്ന് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നിലവിലിവിടെ ഇല്ല. കൃത്യമായ ഒരു അതോറിറ്റി ഹോസ്റ്റലിന് ഇപ്പോഴും നിലവിലില്ല. നമ്മൾ ഈ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ കൃത്യമായിട്ടൊരു മറുപടി തരാനുള്ള ശ്രമം വാർഡൻ്റെ ഭാഗത്തുനിന്നോ മാറ്റൻ്റെ ഭാഗത്തുനിന്നോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഈ ബില്ലിലായാലും നമ്മൾ കുറേ അപ്രോപ്രിയേഷൻസ് നമ്മൾ തന്നെ കണ്ടുപിടിച്ചത് ഇവരെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഒരുമാതിരി ഉരുണ്ട് കളിച്ച് അങ്ങനെയുള്ളൊരവസ്ഥയാണുള്ളത്. കൃത്യമായി ഞങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നടപടികൾ ഈ കോളേജിൻ്റെ അധികൃതരുടെ ഭാഗത്തുനിന്ന് കിട്ടിയ പക്ഷം മാത്രമേ SFIയുടെ സമരം അവസാനിക്കുന്നുള്ളൂ. അതുവരെ ഞങ്ങൾ സമരം തുടരുക തന്നെ ചെയ്യും. ഇന്നലെ രാത്രി 9 മണി മുതൽ ഞങ്ങളിവിടെ സമരത്തിലുണ്ട്. ഇന്ന് രാവിലെ നിങ്ങൾ ഈ കാണുന്ന സമയം വരെ ഞങ്ങൾ സമരത്തിലാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സമരം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ട പരിഹാരം എന്നുള്ളൊരു കാര്യം ഇതുവരെ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ഈ ഹോസ്റ്റലിലെ അടിസ്ഥാന പ്രശ്നങ്ങളടക്കം പല കാര്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടും അതിനൊന്നും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതിഷേധത്തിൽ, കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരു എലിയൊക്കെ ജീവനോടെ പിടിച്ച് അത് എലിവില്ലിൻ്റെ അകത്ത് ഉണ്ട്. അത്തരത്തിൽ അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് എന്നിരിക്കെ പ്രിൻസിപ്പലോ വാർഡനോ മറ്റ് അധികാരികളോ ഒന്നും തന്നെ ഇവരുടെ പ്രശ്നത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് SFI ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് SFIയുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ തന്നെ തീരുമാനം. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.